സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ പോലും ഒരു പുതിയ ജോലി കണ്ടെത്താൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ശക്തമായി തിരിച്ചുവന്ന US തൊഴിൽ വിപണി ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്താണ് ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ് അഥവാ ദീർഘകാല തൊഴിലില്ലായ്മ ഉയരാൻ കാരണം? വെള്ളിയാഴ്ച പുറത്തുവന്ന മെയ് മാസത്തെ ഔദ്യോഗിക ജോബ്സ് റിപ്പോർട്ട് US സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്താണ് അമേരിക്കയിൽ ഇപ്പോൾ ചർച്ചയാകുന്ന ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ് അഥവാ ദീർഘകാല തൊഴിലില്ലായ്മ? നമുക്ക് ആദ്യമേ അതൊന്ന് നോക്കാം. US ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഒരാൾക്ക് തുടർച്ചയായി 27 ആഴ്ചയോ അതിൽ കൂടുതലോ ഏകദേശം 6 മാസത്തിലേറെയോ ജോലിയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ദീർഘകാല തൊഴിലില്ലായ്മ അഥവാ ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. നിലവിൽ US-ൽ ജോലിയില്ലാത്ത 4-ൽ ഒരാൾ ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ വർഷം ശരാശരി 18 ലക്ഷത്തിലധികം അമേരിക്കക്കാരാണ് ഇത്തരത്തിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നത്. 2019-നേക്കാൾ 45%, 2023-നേക്കാൾ 55% കൂടുതലാണ്. ഇനി നിലവിലുള്ള തൊഴിൽ വിപണിയെ സാമ്പത്തിക വിദഗ്ധർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നോക്കാം. പ്രമുഖ തൊഴിൽ വെബ്സൈറ്റായ ഇൻഡീഡിലെ സാമ്പത്തിക വിദഗ്ധനായ കോറി സ്റ്റാൻലിന്റെ അഭിപ്രായത്തിൽ നിലവിലെ അവസ്ഥയെ ലോ ഹയർ ലോ ഫയർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് നിലവിൽ ജോലിയുള്ളവർ സുരക്ഷിതരാണ്, കമ്പനികൾ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നില്ല. എന്നാൽ പുതിയ ജീവനക്കാരെ എടുക്കുന്ന നിരക്ക് വളരെ കുറവാണ്. ജോലിയുള്ളവർ നിലവിലെ ജോലിയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ജോബ് ഹഗ്ഗിംഗ് പ്രവണതയും കാണാം. അതുകൊണ്ട് തന്നെ പുതിയൊരു ജോലി കണ്ടെത്തുക എന്നത് കഠിനമായ കാര്യമായി മാറിക്കഴിഞ്ഞു. പുതിയ മെയ് മാസത്തെ ജോബ്സ് റിപ്പോർട്ടിൽ നിന്ന് സാമ്പത്തിക വിദഗ്ധർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഡോ ജോൺസ് നടത്തിയ സർവേ പ്രകാരം മെയ് മാസത്തിൽ കേവലം 80,000 പുതിയ ജോലികൾ മാത്രമേ വിപണിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടുള്ളൂ എന്നാണ് വിദഗ്ധർ കരുതുന്നത്. ഇത് മുൻപത്തെ 2 മാസങ്ങളിലെ ശരാശരിയായ 1,50,000-ൽ നിന്നും വളരെ കുറവാണ്. വാൾസ്ട്രീറ്റിലെ ചില പ്രമുഖർ ഇതിലും കുറഞ്ഞ നിരക്കാണ് പ്രവചിക്കുന്നത്. ഉദാഹരണത്തിന് ഗോൾഡ്സ്മാൻ സാക്സ് 60,000 ജോലികളും EY പാർത്തനോൺ 50,000 ജോലികളും മാത്രം പ്രതീക്ഷിക്കുമ്പോൾ വാൻഗാർഡ് പ്രവചിക്കുന്നത് വെറും 20,000 പുതിയ ജോലികൾ മാത്രമാണ്. ഉഷ്ണകാലാവസ്ഥ കാരണം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഉണ്ടായ താൽക്കാലിക വർധനവിന് ശേഷമുള്ള സ്വാഭാവികമായ കുറവാണിതെന്നാണ് വിലയിരുത്തൽ. ലേ ഓഫുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളും ഇതിനെ എങ്ങനെ ബാധിക്കുന്നു? ചലഞ്ചർ ഗ്രേ ആൻഡ് ക്രിസ്മസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ 97,006 ആസൂത്രിത തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ നടന്നു. ഇത് ഏപ്രിൽ മാസത്തേക്കാൾ 16% കൂടുതലാണ്. 2020-ലെ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം മെയ് മാസത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അതിലും പ്രധാനമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം മാത്രം ഈ മാസം 38,242 ജോലികൾ നഷ്ടപ്പെട്ടു. 3 വർഷം മുമ്പ് ഈ കണക്കുകൾ ശേഖരിക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന സിംഗിൾ മന്ത് നിരക്കാണിത്. ദീർഘകാലമായി ജോലിയില്ലാത്ത വ്യക്തികളെ ഇത് എങ്ങനെയെല്ലാം ബാധിക്കുന്നു? പൗരന്മാരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി 26 ആഴ്ച കഴിയുമ്പോൾ തൊഴിലില്ലായ്മ വേതനം അതായത് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് അവസാനിക്കും. അതോടെ ഇവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലാകും. ഫ്ലോറിഡയിലെ മെഡിക്കൽ സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്ന പാർക്കർ ട്രെയിലർ എന്ന യുവാവിന് ജോലി നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി. 100-ലധികം അപേക്ഷകൾ നൽകിയിട്ടും ജോലികൾ ലഭിക്കാത്തതിനാൽ തന്റെ റിട്ടയർമെന്റ് പ്ലാനുകളും കുടുംബത്തിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിക്കാഗോയിലെ അന്ന ഫേബ്രസ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് ചെലവ് ചുരുക്കാനായി സുഹൃത്തുക്കളുമായുള്ള കൂടിക്കാഴ്ച വരെ അവർ ഒഴിവാക്കി. മാനസികാരോഗ്യം നിലനിർത്താൻ നായികളെ നടത്തുന്ന ജോലിയും കളറിങ്ങും ഒരു ദിനചര്യയാക്കി മാറ്റിയിരിക്കുകയാണ് അവർ ഇപ്പോൾ. അതുപോലെ ന്യൂജേഴ്സിയിലെ ലിൻസ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ജോലി നഷ്ടപ്പെട്ടതോടെ സ്റ്റുഡന്റ് ലോണും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയും അടയ്ക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകയാണ് എന്നാണ് അവർ പറയുന്നത്. നിത്യ ചെലവുകൾക്കായി തന്റെ റിട്ടയർമെന്റ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കേണ്ടി വന്ന അവർക്ക് ഇൻഷുറൻസ് പോളിസികൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദീർഘകാല തൊഴിലില്ലായ്മ US സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ബാധിക്കും? ബോസ്റ്റൺ ഫെഡറൽ റിസർവിന്റെ പഠനമനുസരിച്ച് ദീർഘകാലം തൊഴിലില്ലാതെ ഇരിക്കുന്നവരുടെ വരുമാനത്തിൽ 10 വർഷത്തിന് ശേഷവും 32% കുറവുണ്ടാകാം. സാധാരണ തൊഴിലില്ലായ്മ നേരിടുന്നവർക്ക് ഇത് 9% മാത്രമാണ്. കൂടാതെ ഇത്തരക്കാരിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത 2 മടങ്ങിൽ അധികമാണ്. കുടുംബങ്ങളെയും ഇത് ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. മാതാപിതാക്കൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് കുട്ടികൾക്ക് ക്ലാസുകളിൽ പരാജയപ്പെടാനുള്ള സാധ്യത 15% വർദ്ധിപ്പിക്കുന്നു.
കൂടാതെ ഇത്തരം ആളുകൾ കൂടുതലുള്ള സമൂഹങ്ങളിൽ കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുന്നതായി അർബൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കുന്നു. ഉപഭോക്തൃ ചെലവഴിക്കൽ US GDPയുടെ 2/3 വരുന്നതിനാൽ ജനങ്ങളുടെ കയ്യിൽ പണമില്ലാതാകുന്നത് രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക വളർച്ചയെ തളർത്തും. ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് നയങ്ങളെ ഈ റിപ്പോർട്ട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. നിലവിലെ സാഹചര്യത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.3% എന്ന നിലയിൽ സ്ഥിരമായി തുടരുകയാണ്. അതോടൊപ്പം പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ജൂൺ 16-17 തീയതികളിൽ നടക്കുന്ന ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി യോഗത്തിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. പണപ്പെരുപ്പം ഇനിയും ഉയർന്നാൽ 2027 തുടക്കത്തിൽ പലിശ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധനായ ഗ്രിഗറി ഡോക്കോ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കൻ തൊഴിൽ വിപണി സുരക്ഷിതമാണെന്ന് തോന്നുമെങ്കിലും ആഴത്തിൽ പരിശോധിച്ചാൽ അത് വലിയൊരു നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കാം. പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടാത്തതും AI മൂലം ജോലികൾ നഷ്ടപ്പെടുന്നതും വലിയ വെല്ലുവിളികളാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിലെ സാമ്പത്തിക മാറ്റങ്ങൾ കണ്ടുതന്നെ അറിയണം.